നമ്മുടെ മലയാളികൾക്ക് ചോറെന്നത് ഒരു ഭക്ഷണം എന്നതിനപ്പുറം പല രാജ്യങ്ങൾക്കും അവരുടെ ജീവിത സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ജനതയ്ക്കും ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാത്ത ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇത് ഞങ്ങൾ ഇന്നലെ അരി മേടിക്കാനായിട്ട് പോയൊരു കാഴ്ചയാണ്. അരി മേടിക്കാനെന്ന് പറയുമ്പോൾ ഹോൾസെയിലായിട്ട് അരി കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ അരി മേടിക്കാനായിട്ട് അല്ലെങ്കിൽ അരിയുടെ വിലയെക്കുറിച്ച് അറിയാനായിട്ടുള്ള കാര്യങ്ങൾ തിരക്കി പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ അരിയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് അരി വേണം? ജയ വേണോ, സുരേഖ വേണോ, ബസുമതി വേണോ, കൈമ റൈസ് വേണോ, ഗോതമ്പ് വേണോ, മട്ട അരി വേണോ, അല്ലെങ്കിൽ എന്ത് അരിയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് പോയി കണ്ട് നോക്കിക്കണ്ട് ഭംഗി കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വില കണ്ട് അതുമല്ലെങ്കിൽ അതിൻ്റെ ഗുണം കണ്ട് എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണിത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്നെ എന്താ പിരമിഡ് മോഡലിലൊക്കെ കണ്ടില്ലേ, അരിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതരി വേണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചും അതിൻ്റെ വേവിനെക്കുറിച്ച് വരേക്കും എല്ലാം പറഞ്ഞു തരുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ അരിയുടെ വിലയൊക്കെ നോക്കി. ഇതിൽ ഞെട്ടിച്ച് കളഞ്ഞ മറ്റൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ അരി ഇപ്പോൾ സിഒ അരിയാണെങ്കിൽ അല്ലെങ്കിൽ ജയ അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 കിലോ 45 രൂപ എന്ന നിരക്കിലായിരിക്കും അരിയുടെ വിലയെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അരിയുടെ വില ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി ഞങ്ങൾ ഇത് ഏതരിയാണ്, അല്ലെങ്കിൽ ഇത് ബിരിയാണി അരിയാണോ, ഈ അരിക്ക് എത്ര രൂപയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ബിരിയാണി അരിയുടെ ഒരു കാര്യം പറഞ്ഞു. 1 കിലോയ്ക്ക് 200 രൂപയാണ് വില പറഞ്ഞ്. അപ്പോൾ നോക്കിക്കോണം, സാധാരണ ഒരു ബിരിയാണിയുടെ കാശ് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ബിരിയാണിക്കുള്ള വില പറയുന്നത് 100 രൂപ മുതൽക്ക് അല്ലെങ്കിൽ 69 രൂപ മുതൽ അല്ലെങ്കിൽ 79 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ബിരിയാണികളുണ്ട്. അപ്പോൾ മുതൽക്ക് ബിരിയാണിയുടെ വില 160 180 വരേക്കും പോകുന്നത് നമുക്കറിയാം. പക്ഷേ ബിരിയാണി അരിയുടെ വില 1 കിലോയ്ക്ക് വില പറഞ്ഞിരിക്കുന്നത് 200 രൂപയാണ്. അപ്പോൾ നോക്കിക്കോണം, അരിയുടെ വിലയൊക്കെ ഏത് രീതിക്കാണ് അരിയുടെ വിലക്കയറ്റമൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ അരിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊന്ന്, നമ്മളെല്ലാവരും ദിവസവും ചോറ് കഴിക്കുന്നവരാണെങ്കിൽ പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് തന്നെ ഡോക്ടർമാർ പറയാറുണ്ട്. അതിനാൽ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും ചോറ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ചോറ് കഴിപ്പ് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമോ എന്നൊക്കെ ആയിരിക്കാം ചിന്തിക്കുക. ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരമുണ്ട്. അത് ചോറുകളുടെയും അല്ലെങ്കിൽ അരികളുടെ രീതിക്കനുസരിച്ച് മാറും. ഉയർന്ന ഗ്ലൈസമിക് ഘടകത്തിൻ്റെ പേരിൽ വെളുത്ത നിറത്തിലുള്ള അരി വിമർശിക്കപ്പെടുമ്പോൾ തന്നെ തവിട്ട് അല്ലെങ്കിൽ ചുമന്ന നിറത്തിലുള്ള അരിയാണ് പോഷക ഗുണമായി കണക്കാക്കപ്പെടുന്നത്. ഇതിൽ തന്നെ ദിവസവും ചോറ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നൊക്കെ ആയിരിക്കാം നമ്മുടെ ചില കൺഫ്യൂഷൻസ്. അതായത് ശരീരത്തിന് ഊർജ്ജം പകരുന്ന പ്രധാന സ്രോതസ്സായ കാർബോഹൈഡ്രേറ്റ് ചോറിൽ ധാരാളമായി തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഗ്ലൂക്കോസ് ലഭിക്കും. ഈ ഗ്ലൂക്കോസ് നമ്മുടെ തലച്ചോറിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നൽകുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, നമ്മുടെ ഹൃദയാരോഗ്യം. ഇന്ന് പലർക്കും ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ട് തന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തവിട്ട് നിറത്തിലുള്ള അരി കഴിക്കുന്നത് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒന്നായിട്ട് തന്നെയാണ്. തവിട്ട് നിറത്തിലുള്ള അരി കൊണ്ടുള്ള ചോറ് കഴിക്കുന്നവരിൽ രക്തസമ്മർദ്ദവും കുറയുകയും ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുമെന്ന് തന്നെയാണ് പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ ഇന്ന് പ്രമേഹമൊക്കെ എന്താ പറയുക, ചെറുപ്പക്കാരിൽ തന്നെ പ്രമേഹം കൂടുന്ന ഒരു തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രമേഹത്തിൻ്റെ ടൈപ്പ് 2 സാധ്യതയാണ് ഈ തവിട്ട് നിറത്തിലുള്ള അരി കഴിക്കുന്നത് കൊണ്ട് ടൈപ്പ് 2 പ്രമേഹ സാധ്യതയൊക്കെ കുറയ്ക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ ദഹന പ്രശ്നമാണ് അടുത്ത് വരുന്നത്. അതായത് നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ ചോറ് കഴിച്ചു കഴിയുമ്പോൾ വയറ് വീർത്തതായിട്ടിരിക്കുക, ദഹിക്കാതെ വരിക, അതൊക്കെ നമ്മളേറെ ബുദ്ധിമുട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ദഹന പ്രശ്നത്തിന് തവിട്ട് നിറത്തിലുള്ള അരിയിൽ ഫൈബറൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ദഹനമൊക്കെ ഇത് സുഖമായി തന്നെ നടത്തുകയാണ്. അതായത് എന്നും ഭക്ഷണത്തിൽ ചോറ് ഉൾപ്പെടുത്തുമ്പോൾ അത് നന്നായി കഴുകി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം മണ്ണിൽ നിന്ന് പലതരത്തിലുള്ള രാസഘടകങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അരി നന്നായി കഴുകുന്നത് ഇവ നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കാനൊക്കെ തന്നെ വളരെയധികം സാധിക്കും. അതുപോലെ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നവർ
എന്നും അല്ലെങ്കിൽ ചുവപ്പരി, അതല്ലെങ്കിൽ തവിട്ടരി, അതല്ലെങ്കിൽ വെള്ളയരി എന്നിവ ഉപയോഗിക്കാതെ മാറി മാറി ഇത്തരത്തിൽ അരികളൊക്കെ വാങ്ങി ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ചിത്രത്തിൽ തന്നെ ഇത്രയധികം അരി നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് തന്നെയായിരിക്കാം നമുക്ക് ചിലപ്പോൾ തോന്നലുണ്ടാവുക. കാരണം അതിന്മേൽ അത്ര അരിയാണ് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ പാത്രത്തിലായിരുന്നാൽ പോലും അതുപോലെ നിരത്തി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ ഇതിനു വേണ്ടി നല്ല രീതിയിൽ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ പണിയെടുത്ത് നല്ല രീതിയിൽ അരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഓരോ ദിവസവും വ്യത്യസ്ത ഇനം അരി ഉൾപ്പെടുത്തുക. അതുപോലെ സമീകൃത ആഹാരത്തിൻ്റെ അടിസ്ഥാന ഘടകമായി നമ്മുടെ ചോറിനെ പരിഗണിക്കാം. അതായത് ചോറ് മാത്രമായി കഴിക്കാതെ പച്ചക്കറികളും മീനും ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ ആരോഗ്യത്തെയൊക്കെ തന്നെ നമുക്ക് വളരെയധികം സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തവിട്ടരി എന്ന് മാത്രമല്ല, വെള്ളയരി, ചുവപ്പരി ഇതെല്ലാം നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. ഓരോന്നിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ ഉപയോഗിക്കുക.